കൃപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശുവിനെ സ്നേഹിച്ചതുകൊണ്ടും യേശു നമ്മളെ സ്നേഹിച്ചതുകൊണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് ധാരാളം പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. യേശുവിനെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട്, യേശു എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയെന്ന് ചിലർ. മറ്റു ചിലർ പറയും, എനിക്കുണ്ടായിരുന്ന രോഗത്തിൽ നിന്ന് എൻ്റെ യേശു എന്നെ മോചിപ്പിച്ചു, സൗഖ്യം നൽകി മോചിപ്പിച്ചു. എൻ്റെ കുടുംബം നല്ലൊരു അവസ്ഥയിലേക്ക് എൻ്റെ ദൈവം ഉയർത്തി, എനിക്ക് നല്ല ഒരു പ്രൊഫഷൻ കർത്താവ് തന്നു, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു എന്ന് തുടങ്ങി ദൈവം നമുക്ക് നൽകിയ, ദൈവം യേശുവിലൂടെ നമുക്ക് പകർന്നു നൽകിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടോ എന്നാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം നഷ്ടമാക്കുക എന്നുകൂടിയുണ്ട്. ഞാൻ നിങ്ങളിൽ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടമാക്കിയേ മതിയാകൂ. ഒന്നുകിൽ എൻ്റെ സമയം ഞാൻ നഷ്ടമാക്കണം, അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടമാക്കണം, സൗകര്യങ്ങൾ നഷ്ടമാക്കണം, എൻ്റെ സാധ്യതകൾ നഷ്ടമാക്കണം. ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് നഷ്ടമാക്കാനില്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ഒരാളെയും സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഒന്നും നഷ്ടമാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇതാ ഒരു യുവാവിൻ്റെ കൈകളിൽ അമ്മ വളരെ സ്നേഹത്തോടുകൂടി ഒരു മോതിരം അണിയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഒരിക്കലും മറക്കരുത്, ഈ മോതിരം കാണുമ്പോഴൊക്കെ മോൻ എന്നെ ഓർക്കണം. അമ്മയെയാണ് ഏറ്റവും അധികം മകൻ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ മോതിരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ മകൻ്റെ കൈകളിൽ വളരെ ചെറുപ്പത്തിലെ ഈ മോതിരം അണിയിപ്പിച്ചത്. എന്നാൽ അവൻ കോളേജിൽ പോയി യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. പെൺകുട്ടിയെ സ്നേഹിച്ചു, ആത്മാർത്ഥമായി സ്നേഹിച്ചു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനിടയിൽ പെൺകുട്ടി പറഞ്ഞു, ഈ കൈകളിലെ മോതിരം ആര് തന്നതാണ്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ ഹൃദയമിടിപ്പ് മകൻ്റെ ഹൃദയമിടിപ്പിനോട് ഒന്നു ചേരുന്നത് ഈ മോതിരം കാണുമ്പോഴാണ്. അതുകൊണ്ട് ഈ മോതിരം മോൻ ഒരിക്കലും അഴിച്ചു വെക്കരുത്. കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് ഈ മോതിരം. ഈ സ്നേഹിച്ച പെൺകുട്ടി പറഞ്ഞു, അമ്മയേക്കാൾ കൂടുതൽ, സഹോദരങ്ങളെക്കാളും പിതാവിനേക്കാളും കൂടുതൽ എന്നെയാണ് വരും കാലങ്ങളിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ഈ മോതിരം എടുത്തു കളയണം. അവൻ പലവട്ടം ചിന്തിച്ചു, അവൻ പലവട്ടം ആഗ്രഹിച്ചു, അവൻ ആലോചിച്ചു, ഈ മോതിരം നഷ്ടമാക്കാതെ നിന്നെ സ്നേഹിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല, ഏറ്റവും അധികം ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ മോതിരം വലിച്ചെറിഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞു. അവരുടെ സ്നേഹത്തിൻ്റെ ചർച്ചയ്ക്കിടയിൽ ഒരു ദിവസം ഒരു പുഴയിലേക്ക് ഈ മോതിരം വലിച്ചെറിഞ്ഞാണ് അവരുടെ സ്നേഹത്തിൻ്റെ തുടർന്നുള്ള കഥകൾ ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, ഓർക്കണം, ഏതൊരു ബന്ധത്തിലും, ഒരു യുവാവിന് യുവതിയുമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ഏതൊരു ബന്ധത്തിലും, ഒരു ഗുരുവും ഒരു ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ, എല്ലാ ബന്ധങ്ങളിലും നഷ്ടമാക്കാതെ ഒരാൾക്കും ഇഷ്ടപ്പെടുവാൻ കഴിയുകയില്ല. പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലാണ് യേശുവിൻ്റെ സ്നേഹം എന്നെ കീഴടക്കിയതുകൊണ്ട് ഞാൻ എന്തെല്ലാം നഷ്ടമാക്കി എന്ന് പൗലോസ് എഴുതുന്നതും പറയുന്നതും. 3-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിൽ ജനിച്ചവൻ, ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായനാണ് ഞാൻ. ഇതാ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നിയമപ്രകാരം ഒരു ഫരിസേയൻ, നീതിയുടെ മുഖത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വിധത്തിലും അന്യായമായി യാതൊന്നും പ്രവർത്തിക്കാത്തവൻ, എന്നാൽ
എനിക്ക് ലാഭകരമായിരുന്ന സകലതും യേശുവിനെ പ്രതി ഞാൻ നഷ്ടമാക്കി മാറ്റി. എനിക്ക് ലാഭകരമായിരുന്ന സകലതും ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമാക്കി കരുതുന്നു. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരാളെ അത്ര കണ്ട് ആകർഷിച്ചാൽ മാത്രമേ ഒരാൾക്ക് യേശുവിന് വേണ്ടി നഷ്ടമാക്കാൻ കഴിയൂ. ചിലപ്പോഴെങ്കിലും നല്ല ടോക്കുകൾ കേൾക്കുന്ന സമയത്ത്, വലിയൊരു കൺവെൻഷനിൽ പങ്കുപറ്റുന്ന സമയത്ത്, യുവതിയുവാക്കൾ നല്ലൊരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആരാധനയുടെ സമയത്ത് നമുക്കൊക്കെ തോന്നിയേക്കും എല്ലാം നഷ്ടമാക്കി ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്ന്. നമ്മൾ ഓർക്കണം, ഒരാവേശം തോന്നിയത് കൊണ്ട് യേശുവിനെ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയില്ല. ഒരു കല്ല് മുകളിലേക്ക് ഇട്ടാൽ അതിൻ്റെ ആകർഷണ ശക്തി താഴെയാണ് എന്നുള്ളത് കൊണ്ട് അത് താഴേക്ക് തന്നെ പോരും. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ അത്ര കണ്ട് കീഴടക്കിയാൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കാൻ കഴിയൂ. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദിമ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് മോർണിംഗ് മങ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം. മരുഭൂമിയിൽ പോയി സഭയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിരുന്നു മോർണിംഗ് മങ്സ്, നിലവിളിക്കുന്ന സന്യാസികൾ എന്ന് പറയുന്നവർ. അവർ അവരുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ സ്വപ്നങ്ങൾ യേശുവിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യും. യേശുവിനെ അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ സ്നേഹം അവരെ ആവസിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാമായിരുന്ന എല്ലാ സാധ്യതകളും അവർ തള്ളി മാറ്റിക്കൊണ്ട് എല്ലാ കാലത്തേക്കുമായി മരുഭൂമിയിലേക്ക് പോവുകയാണ്. മരുഭൂമിയിൽ ചെന്നാൽ അവർക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ലോകത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ലോകത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഊഷരമായ ആ മരുഭൂമിയിൽ കിടന്ന് അവസാനം മരിച്ച് മണ്ണിൻ്റെ ഭാഗമായി അവർ മാറുകയാണ്. സഹോദരങ്ങളെ, എന്തായിരിക്കും ഇതിനെ പ്രേരിപ്പിച്ച ഘടകം? എന്തായിരിക്കും ഇത്ര കണ്ട് തീവ്രമായി ജീവിതത്തിലെ എല്ലാ സാധ്യതകളും അവർ തള്ളിമാറ്റാനുള്ള കാരണം? കാരണം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ അത്ര കണ്ട് ആഴ്ന്ന് ചേർത്ത് പിടിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളെ കീഴടക്കി കഴിഞ്ഞതുകൊണ്ട് നഷ്ടങ്ങൾ സഹിക്കുന്നത് അവർക്ക് ഒരു ഭാരമായിരുന്നില്ല. ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്, നമ്മളുടെയൊക്കെ സമൂഹങ്ങളിൽ യേശുവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങും. എന്നാൽ ഇറങ്ങിക്കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിയുമ്പോൾ അവർ നടത്തിയ ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ച് പരിതപിക്കും. എന്തായിരിക്കും പരിതപിക്കാനുള്ള കാരണം? അവർ കണക്കുകൾ പറയും. അവർ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ യേശുവിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. ഞാൻ എൻ്റെ ചെറുപ്പം എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ കൊടുത്തു. എൻ്റെ ഏറ്റവും നല്ല പ്രായമാണ് എൻ്റെ കർത്താവിന് വേണ്ടി കൊടുത്തത്. ഇന്ന് എനിക്ക് ഒരു സന്തോഷവുമില്ല. സഹോദരങ്ങളെ ഓർക്കണം, യേശുവിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ട് യേശുവിൻ്റെ സ്നേഹം നമ്മളെ കീഴടക്കി അവന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ജീവിതം ഛിന്ന ഭിന്നമാക്കി നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നേ വരെ യേശുവിൻ്റെ സ്നേഹം അത്ര കണ്ട് ആഴ്ന്ന് നമ്മളെ ആശ്ലേഷിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, ഈശോയെ നിൻ്റെ സ്നേഹം എന്നെ ചേർത്ത് പിടിക്കണം. സഹോദരങ്ങളെ, യേശുവിൻ്റെ സ്നേഹം നമ്മളെ ചേർത്ത് പിടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, സമർപ്പിക്കാൻ പറ്റില്ല, നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപക്ഷെ ലാഭങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകാം. അവരെക്കുറിച്ചാണ് 1 കൊറിന്തോസിൻ്റെ 15:19 പൗലോസ് ഏറെ ദുഃഖത്തോടുകൂടി എഴുതി വെച്ചത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ് എന്ന്. For this life only you have hoped in Christ, you are the most pitiable people on this earth എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് നിർഭാഗ്യവാന്മാരായി മാറും. യേശുവിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് അത്ര കണ്ട് ചേർന്ന് പിടിക്കപ്പെടണം, അവൻ്റെ ചുഴിയിൽ അകപ്പെടണം, അവൻ്റെ സ്നേഹത്തിൽ വശീകരിക്കപ്പെടണം. ഒരുപക്ഷെ ഈ നാളുകളിൽ ഒരുപാട് നമ്മൾ വായിക്കുകയും ഒരുപാട് ചർച്ചയ്ക്ക് വിഷയമാവുകയും ചെയ്തൊരു വിഷയമാണല്ലോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന മതപീഡനം. ഈ മതപീഡനം നടക്കുന്ന ഒരു സ്ഥലത്ത്, മൊസൂളിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ
4 സിസ്റ്റേഴ്സ് അനുഭവിച്ച ഏറ്റവും ക്രൂരവും പൈശാചികവുമായ പ്രതിസന്ധിയെക്കുറിച്ച് അവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൺഡേ ഷാലോമിനോട് പങ്കുവെക്കുകയുണ്ടായി. 4 സിസ്റ്റേഴ്സ്, അവരിൽ 3 പേർ ചേർന്ന് ഒരു ക്ലിനിക്ക് നടത്തി അവിടെയുള്ള പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയായിരുന്നു അവരുടെ നിയോഗം. 4-മതുള്ള സിസ്റ്റർ ഒരു കിടപ്പ് രോഗിയായി അവരുടെ കോൺവെൻറ്റിൽ കഴിയുന്നു. സഹോദരങ്ങളെ, ഒരു ദിവസം അവർ ക്ലിനിക്കിൽ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന് അവരുടെ സന്ധ്യാപ്രാർത്ഥനയോട് സമയമായി അവർ ഒരുമിച്ചിരിക്കുകയാണ്. കിടപ്പ് രോഗിയായ സിസ്റ്റർ അവിടെ കിടക്കുന്നു. ഈ സമയത്താണ് പുറത്തുനിന്ന് 7 or 8 തീവ്രവാദികൾ കടന്നു വന്ന് അവരുടെ വാതിലിൽ മുട്ടി. അവർ പകച്ചു വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇതാ തീവ്രവാദികൾ തോക്കും ക്രൂരമായ മുഖവുമായി അവർ നേരിടാനായിട്ട് വരുന്നു. ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? കിടപ്പ് രോഗിയായ പ്രായപൂർത്തി വന്ന സിസ്റ്റർ നിലവിളിക്കുന്നുണ്ട്, ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിന്, ചെറുപ്പക്കാരി സിസ്റ്റേഴ്സിന് നിങ്ങൾ ഒന്നും ചെയ്തേക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ മതഭ്രാന്തന്മാരായ ഈ മനുഷ്യർ വന്നുകൊണ്ട് ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏറെ ക്രൂരമായി പീഡിപ്പിച്ചു. അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു, അവരെ ദുരുപയോഗിച്ചു, പല പ്രാവശ്യം ദുരുപയോഗിച്ചു. കന്യാത്വം വ്രതമായി എടുത്തവരുടെ കന്യാത്വം എല്ലാ കാലത്തേക്കുമായി തകർക്കപ്പെട്ടു. അവരുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടു. അവർ ഏറ്റവും അധികം പ്രാണനാഥനായി ചേർത്ത് പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ക്രൂശിത രൂപം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ടും അവസാനിപ്പിച്ചില്ല. പല പ്രാവശ്യം അവർ നിലവിളിച്ചെങ്കിലും ആരും അവരുടെ നിലവിളി കേൾക്കാനുണ്ടായിരുന്നില്ല. കിടപ്പ് രോഗിയായ സിസ്റ്ററിനെ മാത്രം തനിയാക്കിക്കൊണ്ട് ഈ 3 സിസ്റ്റേഴ്സിനെയും പിടിച്ചു വലിച്ച് അവർ പുറത്തേക്ക് കൊണ്ടുപോയി. വഴിയിലൂടെ കൊണ്ടുപോവുകയാണ്, 4 കവലയിലൂടെ കൊണ്ടുപോവുകയാണ്, നഗ്നരാക്കി, നാണം മറയ്ക്കാൻ 2 കൈകൾ പോലും ഇല്ലാതെ ഏറെ വിഷമിച്ചും വേദനിച്ചും ഇവർ മുന്നോട്ട് നടന്നു നീങ്ങുന്നത് എവിടേക്കാണെന്നറിയാവോ? അങ്ങ് അകലെയുള്ള ഒരു മലയുണ്ട്. ആ മലയിൽ കൊണ്ടുപോയി ഇവരെ കുരിശിൽ തറയ്ക്കണം. ഈ കാര്യം ചിന്തിച്ചുകൊണ്ടാണ് ഇവർ തോക്കും പിടിച്ച് ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്നത്. പോകുന്ന മാത്രയിൽ ഇടയ്ക്ക് വെച്ച് എതിർവശത്തിലൂടെ കടന്നു വരുന്നത് പർദ്ദ ധരിച്ച് അനുഗ്രഹീതരായ ഒരു പറ്റം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ. ആ സ്ത്രീകൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവർ എവിടെ കൊണ്ടുപോവുകയാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഇവർ ഏറ്റവും അധികം ചേർത്തു പിടിക്കുന്നു എന്ന് പറയുന്ന യേശുക്രിസ്തു എങ്ങനെ മരിച്ചുവോ അതുപോലെ മരിക്കാൻ, അതുപോലെ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ പാവപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു, ഒരടി പോലും മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഞങ്ങളുടെ പേര് നോക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുന്ന നേരത്ത് ചികിത്സ ചെയ്യാനും നിങ്ങൾ ആരും വന്നിട്ടില്ല. മറിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സാണ് ഞങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരടി പോലും വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. മത തീവ്രവാദികൾ പറഞ്ഞു, ഇല്ല, പറ്റില്ല. കാരണം ഞങ്ങളൊന്ന് തീരുമാനിച്ചതാണ്. ഇവർ യേശുവിന് വേണ്ടി ജീവിച്ചു എന്നാണ് പറയുന്നത്. ഇവരുടെ യേശു ഇവരെ രക്ഷിക്കുമോ എന്നൊന്ന് കാണട്ടെ, ഇവരെ കൊണ്ടുപോയി ഞങ്ങൾ കുരിശിൽ തറയ്ക്കും. ഈ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്, ഞങ്ങളെ ആദ്യം വെടിവെച്ച് കൊന്നിട്ടേ നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റൂ. ഈ സമയത്ത് അപ്പുറത്ത് വാങ്ങ് മുഴങ്ങുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ പാവപ്പെട്ട സ്ത്രീകളെ വലിച്ചിഴക്കാൻ കഴിഞ്ഞില്ല. നേരത്ത് അവർ നമസ്കാരം നടത്തുന്ന നേരത്ത് ഈ 3 പാവപ്പെട്ട സിസ്റ്റേഴ്സിനെയും കൊണ്ടുപോയി സ്വന്തം വീടുകളിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടി, ഭക്ഷണം കൊടുത്ത്, ശുശ്രൂഷിച്ച്, വസ്ത്രങ്ങൾ കൊടുത്ത് ഇവരുടെ കോൺവെൻറ്റിൽ കൊണ്ടുപോയി പിറ്റേ ആഴ്ചയിലാക്കുന്നു. സഹോദരങ്ങളെ, ഇതിനു ശേഷം ഇവർ അവരുടെ സ്വന്തം നാടുകളിലേക്ക് വന്നു. ഈ സമയത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു സിസ്റ്ററിനോട് ഇങ്ങനെ ചോദിച്ചു, ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ മടങ്ങി അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണോ? ആ സിസ്റ്റർ പറയുന്നു, ഞങ്ങൾ ഇനിയും പോകുന്നു. എന്തിനു പോകുന്നു? കാരണം എല്ലാം നഷ്ടമാക്കി, എല്ലാം തകർത്ത് കളഞ്ഞ ആ കാപാലികന്മാരായ മനുഷ്യരെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ എന്തിനു പോകണം? അവർ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ അത്ര കണ്ട് ആശ്ലേഷിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ദേശത്തേക്ക് വീണ്ടും കടന്നു ചെല്ലാനും അവിടെയുള്ള പാവപ്പെട്ടവർക്ക് യേശുവിൻ്റെ സുവിശേഷവും യേശുവിൻ്റെ ശുശ്രൂഷയും പകർന്നു നൽകാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. കാരണം അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ.
നാശം വരുത്താൻ വേണ്ടി നാളുകൾക്ക് മുമ്പ് മതപീഡനമുണ്ടായ കാലത്ത് ഞങ്ങളുടെ ആഫ്രിക്കൻ വംശത്തിൽ ശേഷിച്ച ഏതാനും തരികളിൽപ്പെട്ടവരാണ് ഞങ്ങൾ 3-4 സിസ്റ്റേഴ്സായി പിന്നീടുള്ള കാലത്ത് രൂപാന്തരപ്പെട്ടത്. ഞങ്ങളുടെ കർത്താവ് പ്രത്യേകമായി കാത്തു പരിപാലിച്ചെങ്കിൽ യേശുവിന് വേണ്ടി ചിലത് നഷ്ടമാക്കാൻ ഞങ്ങൾ തയ്യാറാകേണ്ടതല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അവർ മടങ്ങിപ്പോയി വീണ്ടും ആ ദേശത്ത് തന്നെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു, തുടരുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില കുറച്ച് കാണരുത്, അതിൻ്റെ മൂല്യം കുറച്ച് കാണരുത്. പലപ്പോഴും യേശുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നാണ് വളരെ സെൽഫ് ഇൻട്രസ്റ്റഡായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ ആയതുകൊണ്ടാണ് യേശുവും യേശുവിൻ്റെ സഭാഗാത്രവും ഇത്ര കണ്ട് ഈ ഭൂമിയിൽ ശിഥിലമാകുന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. യേശുവിന് വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തെങ്കിലും നഷ്ടമാക്കാൻ കഴിയുമോ? പൗലോസ് അവനുണ്ടായ മുഴുവൻ നഷ്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മുഴുവൻ ലാഭകരമായിരുന്ന കാര്യങ്ങളും ലാഭകരമാകാമായിരുന്ന സാധ്യതകളും അവൻ യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നഷ്ടമാക്കിയതിനെക്കുറിച്ച്. ഇതുപോലെ തന്നെ ഏതൊരു വിശ്വാസിക്കും യേശു അവൻ തൻ്റെ ക്രൂശു മരണത്തിലൂടെ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു എന്നുള്ളത് കൊണ്ട് അവന് വേണ്ടി നഷ്ടപ്പെടുത്താനുള്ള ഒരു വിളിയുണ്ട്, നഷ്ടപ്പെടുത്താനുള്ള ഒരു വൊക്കേഷനുണ്ട്. ഈ വൊക്കേഷൻ എന്തെന്ന് തിരിച്ചറിയണം. പെട്ടെന്നുള്ള ചോദ്യം ഇങ്ങനെയായിരിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു ആൺമകനെ ഉള്ളൂ എന്ന് കരുതുക, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അവളോട് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയും കൂടി പറയാൻ ശ്രമിക്കണം. നീ ഒരു മിഷണറി ആകണം, നീ ഒരു വൈദികനാകണം, നീ ഒരു സന്യാസിയാകണം. യേശുവിൻ്റെ സുവിശേഷം കേൾക്കാത്ത ലോകത്തിലെ ജനകോടികൾക്ക് വേണ്ടി ജീവിക്കാൻ, ഇറങ്ങിത്തിരിക്കാൻ നിന്റെ മനസ്സ് നീ സജ്ജമാക്കണമെന്ന് ഒരു മകനെയോ മകളെയോ ചേർത്ത് പിടിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ദിവസം നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നവരുടെ കാറ്റഗറിയിൽ അകപ്പെടും. രണ്ടാമത്, ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കാം, കത്തോലിക്ക സഭയിൽ അൽമായരായി സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ ഇറങ്ങുന്ന പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ വിവാഹത്തിൻ്റെ സമയത്ത് ഒരാണിനെയോ പെണ്ണിനെയോ കൊടുക്കാൻ സാധാരണയായി മലയാളികൾ തയ്യാറാകാറില്ല. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കും, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ നൽകും, ഒരു കൊള്ളാവുന്ന വിധത്തിലുള്ള വേറൊരു ഏതെങ്കിലും പ്രൊഫഷനാണെങ്കിൽ നമ്മൾ കൊടുക്കും. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു അൽമായന് വേണ്ടി ഒരു പെൺകുട്ടിയെയോ ഒരാൺകുട്ടിയെയോ നൽകാൻ തയ്യാറുള്ളത് തുലവും ചെറുതാണ്, കുറവാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, മറ്റ് അകത്തോലിക്ക സഭകളിൽ ധാരാളം പേര് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം മക്കളെ നൽകുന്നതിൽ മാതാപിതാക്കൾ വളരെ സംതൃപ്തരുമാണ്. കത്തോലിക്ക സഭയിലെ ഏതാനും വൈദികരോ ഏതാനും കോൺഗ്രിഗേഷൻസോ ശ്രമിച്ചതുകൊണ്ട് സുവിശേഷത്തിൻ്റെ അലയടികൾ കേൾക്കാത്ത ദേശങ്ങളിൽ ഇനിയും കേൾക്കില്ലെന്ന് ഓർക്കണം. അതിനുവേണ്ടി ധാരാളം അൽമായ ശുശ്രൂഷകർ ഇറങ്ങിത്തിരിക്കണം. തങ്ങളുടെ സ്വകാര്യമായ സ്വപ്നങ്ങൾ യേശുവിൻ്റെ സ്വപ്നത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എങ്കിൽ ഇന്ന് ഈ സമയം യേശു നിങ്ങളെ വിളിക്കുന്നുണ്ട്. മൂന്നാമത്, ഒരു IT പ്രൊഫഷണൽ ആണെന്നിരിക്കുക, അല്ലെങ്കിൽ ഉന്നതമായ വിധത്തിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസം സ്വീകരിച്ചിരിക്കുന്ന 2 വ്യക്തികൾ, അവർ ഒരു കുടുംബമായി കഴിയുന്നു, അവർ ഒരു വിദേശ രാജ്യത്ത് കഴിയുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ പോലുള്ള കൊച്ചി പോലുള്ള പ്രധാനപ്പെട്ട സിറ്റികളിൽ താമസിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയുമോ, എൻ്റെ സമ്പത്ത് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആയുസ് മുഴുവൻ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ശേഖരിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടം ഞങ്ങളിൽ 2 പേരിൽ ആരെങ്കിലും ഒരാൾ സഹിക്കണം. അതുകൊണ്ട് തുടർന്നു വരുന്ന 2-3 വർഷത്തേക്ക് അല്ലെങ്കിൽ ഏതാനും കാലങ്ങളിലേക്ക്
സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും വ്യയം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ലോകം, പിശാച്, തിന്മ എല്ലാ അർത്ഥത്തിലും സമരമുറകളുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ഈ കാലയളവിൽ യേശുവിൻ്റെ മക്കളായ നമ്മൾ യേശുവിൻ്റെ സുവിശേഷത്തെ പ്രതി ചില നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറായെങ്കിലേ വരും കാലങ്ങളിൽ സുവിശേഷത്തിൻ്റെ അലയടികൾ ഇനിയും കേൾക്കാത്ത ലോകത്തിലെ ഒട്ടേറെ ഭൂഖണ്ഡങ്ങളിൽ ചെല്ലുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഛിന്ന ഭിന്നമാകുന്ന സഭാഗാത്രത്തെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സഭയുടെ വേദനയെ ഹൃദയത്തിൽ, നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസികളായി നമുക്കൊന്നു ചേർന്ന് യേശുവിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കാൻ സ്വർഗത്തിലെ പിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിന ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരവും ആരാധന. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പലപ്പോഴും അങ്ങയെ സ്നേഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ നന്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം സമ്പന്നമാകാൻ വേണ്ടി മാത്രമാണ്. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലും വളരെ സ്വാർത്ഥപരമായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവേ, അങ്ങേക്കും അങ്ങയുടെ സഭയ്ക്കും വേണ്ടി ഇന്നോളം ഞങ്ങൾ എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി, അങ്ങയുടെ സഭയോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടോ? എൻ്റെ സുഖം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ? എനിക്ക് ലഭിക്കാമായിരുന്ന സാധ്യതകൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ? ലഭിക്കാമായിരുന്ന സന്തോഷങ്ങൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ? ദിവ്യകാരുണ്യ യേശുവേ, അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ തിരുസഭയ്ക്ക് വേണ്ടി സ്വകാര്യമായ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചിരിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സഭയും സമൂഹവും വളർന്ന് പന്തലിച്ചത് എന്ന് ഞങ്ങൾ അറിയുന്നു. ദിവ്യകാരുണ്യ യേശുവേ, ഈ പരിശുദ്ധമായ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നഷ്ടമാക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനുള്ള ശക്തി നീ ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാക്കൾക്ക് വേണ്ടി ഹൃദയവും മനസ്സും ഞങ്ങൾക്കുള്ളതും
ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ പീഡനങ്ങളും എല്ലാം കാഴ്ചയായി അർപ്പിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ രോഗങ്ങളും പീഡകളും കാഴ്ചയായി അർപ്പിക്കുവാൻ ഓ ദിവ്യകാരുണ്യ യേശുവേ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുസ്ലിമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. 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 ദിവ്യകാരുണ്യ യേശുവേ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, ക്യാൻസർ പോലുള്ള മാരകമായ പീഡകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികൾ ഈ സമയം ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയട്ടെ: എൻ്റെ രോഗങ്ങൾ, എൻ്റെ പീഡനങ്ങൾ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നുവെന്ന്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനെ പ്രതി സഹിക്കാനും എന്നെ എൻ്റെ യേശു അനുവദിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ക്യാൻസർ പോലുള്ള പീഡകൾ അനുഭവിക്കുന്ന വ്യക്തികൾ പറയട്ടെ: ഓ ഈശോയെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ മാനസികവും ശാരീരികവുമായ സകല വേദനകളും തിരുമുമ്പിൽ കാഴ്ചയായി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ അവസാന ആത്മാവ് തിരിച്ചു വരും വരെയും നിലവിളിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സ്വർഗത്തിലെ പിതാവേ, ഞങ്ങളുടെ വേദനകൾ കാഴ്ചയായി അർപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സകല ആത്മാക്കൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. 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 ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനാ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ,
വാത്സല്യമേ. ആരാധന ആരാധന ഇന്നും എന്നേരവും